നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മഹാരോഗാധ്യായമാണ്. മഹാരോഗാധ്യായം എന്ന് പറയുന്നത് ചരകസംഹിത, സൂത്രസ്ഥാനം, രോഗചതുഷ്കത്തിലെ 4-ാമത്തെ അധ്യായമാണ്. അതായത് 20-ാമത്തെ അധ്യായം മഹാരോഗാധ്യായം. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ അഷ്ടോത്തരി അധ്യായം കൈകാര്യം ചെയ്തതാണ്. അഷ്ടോത്തരി അധ്യായം എന്ന് പറയുമ്പോൾ 19-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ സാമാന്യമായിട്ടുണ്ടാകുന്ന വികാരങ്ങളെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ നാനാത്മജ വികാരങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കൈകാര്യം ചെയ്യുന്നത്. മഹാരോഗാധ്യായത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നാനാത്മജ വികാരങ്ങൾ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ആചാര്യ ചരകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഹാരോഗാധ്യായം നമ്മൾ കുഠാക ചതുഷ്പാദം എന്ന് പറയുന്ന അധ്യായം പഠിച്ചു. അതിനുശേഷമാണ് മഹാചതുഷ്പാദ അധ്യായം പഠിച്ചത് അല്ലെ. ഇപ്പോൾ 9, 10 എന്ന് പറയുന്ന അധ്യായങ്ങൾ. കുഠാകം എന്ന് പറയുമ്പോൾ അവിടെ അല്പം സ്വല്പം എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിച്ചത്, കുഠാകം. അതിനുശേഷം വലിയ അധ്യായമായുള്ള മഹാചതുഷ്പാദം. ഇപ്പോൾ ഇവിടെ മഹാരോഗാധ്യായം എന്ന് പറയുമ്പോൾ കുഠാകത്തിനേക്കാൾ കുറച്ചുകൂടെ അഷ്ടോത്തരീയം എന്ന് പറയുന്ന അധ്യായത്തെക്കാൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അധ്യായം എന്നുള്ളത് കൊണ്ടാണ് മഹാരോഗാധ്യായം എന്ന പേര് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ആ മഹാ എന്ന് പറയുന്ന ടേം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, മഹാരോഗാധ്യായം. മഹാരോഗാധ്യായം ഞാൻ പറഞ്ഞു രോഗചതുഷ്കത്തിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. രോഗചതുഷ്കത്തിലെ 4 അധ്യായങ്ങളാണ് ടോട്ടൽ ഉള്ളത് അല്ലെ. അവിടെ നമ്മളൊരു കോഡ്, ഒരു നിമോണിക്സ് പറഞ്ഞായിരുന്നു. കീടം എന്ന് പറയുന്ന നിമോണിക്സ് വെച്ച് നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഓർമ്മിച്ച് വെക്കാം. കീടമാണല്ലോ എപ്പോഴും ഡിസീസ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ കീടം എന്ന് പറയുമ്പോൾ കിയാന്തശിരസീയം, ടി ത്രിശോധി അധ്യായം, ആ അഷ്ടോത്തരി അധ്യായം, എം മഹാരോഗാധ്യായം. അപ്പൊ 4 അധ്യായങ്ങളായി. അപ്പൊ കീടം ആണ് എന്തുണ്ടാക്കുന്നത്? രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിമോണിക്സ് എന്താ? കീടം. മഹാരോഗം അധ്യായം. അപ്പൊ മഹാരോഗാധ്യായത്തിന്റെ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ കോർ കണ്ടന്റ് എന്താണെന്ന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ടേ ചാപ്റ്ററിലേക്ക് കടക്കാവും. അതാണ് എപ്പോഴും ഏതൊരു അധ്യായം പഠിക്കുമ്പോഴും നമ്മൾ ആ ചാപ്റ്ററിനെ പറ്റിയുള്ള, ആ അധ്യായത്തെ പറ്റിയിട്ടുണ്ടാകുന്ന കോർ കണ്ടന്റ് എന്താണ്, അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, പ്രതിപാദിക്കാൻ പോകുന്നത് എന്നതെ പറ്റിയുള്ള വളരെ ഗഹനമായിട്ടുള്ള, അല്ല ഒരു നട്ട്ഷെല്ലിലുള്ള, ഗഹനമായിട്ടും വേണ്ട, ഒരു നട്ട്ഷെല്ലിൽ നിങ്ങൾക്കൊരു വ്യൂ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അഷ്ടോത്തരീയം പറയുമ്പോൾ 48 സാമാന്യമായിട്ടുണ്ടാകുന്ന വികാരങ്ങൾ, ഡിസീസുകളെ പറ്റി. വികാരം എന്ന് പറയുമ്പോൾ ഡിസീസ്, അതിനെ പറ്റിയാണ് ക്ലാസിഫൈ ചെയ്തത്, പറഞ്ഞത് അല്ലെ. അപ്പം മഹാരോഗാധ്യായം മെയിൻ ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നാനാത്മജ വികാരങ്ങൾ, നാനാത്മജം. അതായത് ഇതില്ല എങ്കിൽ അതില്ല. അതായത് വാദമില്ല എങ്കിൽ ഇങ്ങനെയുള്ള അസുഖം ഉണ്ടാകില്ല, പിത്തമില്ലെങ്കിൽ ഈ ഡിസീസ് ഉണ്ടാകില്ല, കഫമില്ലെങ്കിൽ ഈ ഡിസീസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ആ ഡിസീസ് ഉണ്ടാക്കുന്നതിൽ വാദത്തിന്റെ പങ്ക്, പിത്തത്തിന്റെ പങ്ക്, കഫത്തിന്റെ പങ്ക്. അപ്പോൾ നാനാത്മജ വികാരങ്ങൾ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ, ഡിസീസുകളുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസീസുകളുടെ ക്ലാസിഫിക്കേഷൻ എൻ്റയർലി ചരകത്തിൽ പലയിടത്തായിട്ട് അങ്ങനെ സ്കാറ്റേഡ് ചെയ്ത് കിടക്കുക. നമ്മൾ സൂത്രസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട്, വിമാനസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട്. അതായത് രോഗാനികം വിമാനം എന്ന് പറയുന്ന അധ്യായത്തിലുണ്ട്. പിന്നെ നമ്മൾ ശാരീരസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട്, ശാരീരസ്ഥാനം ഫസ്റ്റ് അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ സൂത്രസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സൂത്രസ്ഥാനത്ത് തന്നെ പല ഇടങ്ങളിലായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രോഗങ്ങളെ. ഇപ്പൊ രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ അഷ്ടാംഗഹൃദയത്തിൽ, ഫസ്റ്റ് ഇയറിൽ അഷ്ടാംഗഹൃദയത്തിൽ നിങ്ങൾ രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പലയിടങ്ങളിലായിട്ട് പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഫസ്റ്റ് അധ്യായം ആയുഷ്കാമി അധ്യായത്തിൽ എന്താ പഠിച്ചത്? അവിടെ നിജാഗന്തു വിഭാഗേന തത്ര രോഗം ദ്വിധാസ്മൃതം, നിജം എന്നും ആഗന്തു എന്നും ഡിസീസുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നിജം എന്നും ആഗന്തു എന്നും. അല്ലാതെ കൃത്രസാധ്യം, സുഖസാധ്യം, യാപ്യം, അനുപക്രമം വന്നിട്ട് സാധ്യാസാധ്യതകൾക്കനുസരിച്ചുള്ള രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പിന്നെ 12-ാമത് അധ്യായം ദോഷഭേദി അധ്യായത്തിലെത്തിയപ്പോൾ അവിടെ രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. എന്തെന്നാ? ദോഷമെന്നും ദോഷജമെന്നും കർമ്മജമെന്നും ദോഷകർമ്മജമെന്നും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അല്ല എങ്കിൽ സ്വതന്ത്ര വ്യാധി എന്നും പരതന്ത്ര വ്യാധി എന്നും ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അല്ല എങ്കിൽ വേറൊരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ഗുരുവ്യാധി എന്നും ലഘുവ്യാധി എന്നും. ഈ ഗുരുവ്യാധിയും ലഘുവ്യാധിയും ചരകാചാര്യനും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് ടേമിലില്ല, സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലൊക്കെ ആയിട്ട് നിങ്ങൾ വിമാനസ്ഥാനത്തിൽ ഗുരുവ്യാധി ലഘുവ്യാധി ക്ലാസിഫിക്കേഷൻ പഠിക്കും. ഗുരുവ്യാധി എന്നും ലഘുവ്യാധി ക്ലാസിഫിക്കേഷനും എല്ലാ ക്ലാസിഫിക്കേഷനും നിങ്ങൾ അഷ്ടാംഗഹൃദയകാരം പറഞ്ഞ സാധനങ്ങളൊക്കെ ചരകാചാര്യം പല ഇടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, പല ഭാഗങ്ങളിലായിട്ട്, പല പല സ്ഥാനങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അത് പഠിക്കും. അപ്പോൾ അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അങ്ങനെ ഡിസീസുകളുടെ ക്ലാസിഫിക്കേഷൻ പല ഇടങ്ങളിൽ. ഇനി ചരകാചാര്യം നോക്കൂ, ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്.
നിദാന സ്ഥാനത്തിൽ പിന്നെയും ഡിസീസുകളെ ക്ലാസിഫൈ ചെയ്യും. ഒരു ജ്വരനിദാനം പറയുമ്പോൾ ചരകാചാര്യൻ തന്നെ ഡിസീസുകളെ പിന്നെയും കലതായിട്ടും ആഗ്നേയമെന്നും സൗമ്യമെന്നും അങ്ങനെ പല ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കും. അപ്പൊ ഇവിടെ മഹാരോഗ അധ്യായത്തിലും രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. രോഗങ്ങളെ ഇങ്ങനെയൊക്കെ തിരിക്കാം. അപ്പോൾ രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ് ഈ അധ്യായം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. ദോഷങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദോഷങ്ങളുടെ സ്ഥാനം, വാദത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും സ്ഥാനം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വാദത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും ആത്മരൂപങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ഫീച്ചേഴ്സ്, ആത്മരൂപങ്ങൾ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. അതായത് ആത്മരൂപങ്ങൾ, വാദത്തിന്റെ ആത്മരൂപങ്ങൾ എന്തൊക്കെ, പിത്തത്തിന്റെ ആത്മരൂപങ്ങൾ എന്തൊക്കെ, കഫത്തിന്റെ ആത്മരൂപങ്ങൾ എന്തൊക്കെ, അതും ഈ അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കും. അതായത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ദോഷങ്ങളുടെ പ്രകോപിത അവസ്ഥയിൽ എന്തൊക്കെ സിംറ്റംസ് കാണിക്കും. ഇത് നിങ്ങൾ ദോഷഭേദി അധ്യായത്തിൽ വാദപ്രകോപ ലക്ഷണങ്ങൾ എന്നും സംസവ്യാസ വ്യതസ്വാവ സ്വാദ രുക്തോത ഭേദനം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പിത്തത്തിനും കഫത്തിനും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് സെയിം സാധനങ്ങൾ, സെയിം കാര്യങ്ങൾ, ശ്ലോകങ്ങളൊന്ന് മാറ്റി എഴുതി വെച്ചിട്ടുണ്ട് ചരകാചാര്യൻ. പിന്നെ ട്രീറ്റ്മെന്റിലേക്ക് കടക്കും. വാദത്തിന്റെ പ്രകോപിത അവസ്ഥയിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാമെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല. ഒരു നട്ഷലിലെ ആചാര്യ ചരകാചാര്യൻ ഈ മഹാരോഗ അധ്യായത്തിൽ പറഞ്ഞു പോകുന്നുള്ളൂ. ക്ലാസിഫിക്കേഷൻ, അതായത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിമാനസ്ഥാനത്ത് പിന്നീട് ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ പഠിച്ച വാദസ്യൂപക്രമ സ്നേഹസേന സംശോധനം മൃദു എന്ന് പറഞ്ഞ അവിടെ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ പിത്തസി സർപ്പിച്ച കപാനം സ്വാദുശീതയിൽ വിരേചനം ശ്ലേഷ്മനക സ്നേഹ സംശ്ലേഷത്തിന്റെ ട്രീറ്റ്മെന്റും ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടല്ലേ നമ്മൾ പഠിച്ചേ. ദോഷ ഉപക്രമണീയ അധ്യായം 13ാമത്തെ അധ്യായത്തിൽ. ആ അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി വിമാനസ്ഥാനം പറയുമ്പോൾ ചരകാചാര്യൻ ശ്ലോകങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെയും ട്രീറ്റ്മെന്റ് ഒന്ന് നട്ഷലിൽ നമുക്ക് അത് രസാബേസ്ഡ് ആയിട്ടും കുറച്ച് സിമ്പിൾ രീതിയിൽ ഇതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ വാദപ്രകോപത്തിൽ ഇതൊക്കെ ചെയ്യാം, പിത്തപ്രകോപത്തിൽ ഇതൊക്കെ ചെയ്യാം, കഫപ്രകോപത്തിൽ ഇതൊക്കെ ചെയ്യാം. എന്നിരുന്നാലും ശ്രേഷ്ഠമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാദത്തിന്റെ ശ്രേഷ്ഠ ചികിത്സ ചെയ്ത്, പിത്തത്തിന്റെ ശ്രേഷ്ഠ ചികിത്സ ചെയ്ത്, കഫത്തിന്റെ ശ്രേഷ്ഠ ചികിത്സ ചെയ്ത് എന്ന് ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ അഷ്ടാംഗൃതിയും ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ശരീരാനാം ദോഷാണാം ക്രമേണ പരമൌഷധം, ആ ശ്ലോകം, അസ്ഥിർ വിരേകോമനം തഥാ തൈലം ഘൃതം മധു എന്ന് പറഞ്ഞ ശ്ലോകം, വാദത്തിനും പിത്തത്തിന് എന്താ വിരേചനമെന്നും കഫത്തിന് വമനമെന്നും പറഞ്ഞ സാധനം ചരകാചാര്യ മഹാരോഗ അധ്യായത്തിൽ പറയും. പക്ഷെ അവിടെ പറയുമ്പോൾ നമ്മുടെ വസ്തി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ എങ്ങനെ പറയുന്നത്? വസ്തി എന്ന് പറഞ്ഞാൽ രണ്ടും ഉൾപ്പെടുത്തി, ആസ്ഥാവന അനുവാസനം. നമുക്ക് ദോഷോപക്രമണീയത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദോഷോപക്രമണീയ അധ്യായത്തിൽ പറയുമ്പോൾ വിശേഷായ തൈല മേദ്യ പിഷിത തൈല രസ തൈലാനുവാസനം, അങ്ങനെ പറയും. വിശേഷ മേദ്യ തൈല പിഷിത രസ തൈലാനുവാസനം, അനുവാസനമാണ് വിശേഷ ക്രിയയായിട്ട് പറഞ്ഞിരിക്കുന്നത്, വിശേഷ ട്രീറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, അനുവാസന വസ്തി. ഇവിടെ പറയുമ്പോൾ ആസ്ഥാവന അനുവാസനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അഷ്ടാഹൃദയത്തിലോ പിത്തത്തിന്റെ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്നത് സൗമ്യഭയ സർപ്പി വിരേകശ്ച വിശേഷതക, വിരേകമാണ് വിശേഷക്രിയയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും വിരേകം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കഫത്തിനാണെങ്കിലോ അവിടെ പറഞ്ഞിരിക്കുന്നത് വിശേഷ ധൂമോപവാസ കണ്ടൂഷ, വിശേഷ വമന ധൂമോപവാസ കണ്ടൂഷം, വമനമാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദോഷോപക്രമണീയ അധ്യായം 13ാമത്തെ അധ്യായം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അത് തന്നെ, വമന തന്നെയാണ് ഇമ്പോർട്ടന്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒരു ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, അതിനുശേഷം ദോഷങ്ങളുടെ സ്ഥാനം, പിന്നെ ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡിസീസുകൾ, അതായത് പറഞ്ഞു നാനാത്മജ വികാരങ്ങൾ. വാദത്തിന്റെ നാനാത്മജ വികാരങ്ങൾ 80, പിത്തത്തിന്റെ നാനാത്മജ വികാരം 40, കഫത്തിന്റെ നാനാത്മജ വികാരം 20, അങ്ങനെ ടോട്ടൽ 140, 140 നാനാത്മജ വികാരങ്ങളെ പറ്റി ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ സാമാന്യ വികാരങ്ങൾ 48, നാനാത്മജ വികാരങ്ങൾ അക്കോർഡിംഗ് ടു ആചാര്യ ചരക 140. ഒരു 10 അഡീഷണൽ ശാരംഗധരാചാര്യം പറയുന്നുണ്ട്. അത് ശാരംഗധരാചാര്യൻ രക്തത്തിന്റെ നാനാത്മജ വികാരങ്ങളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രക്തത്തിന്റെ നാനാത്മജ വികാരങ്ങൾ 10.
പക്ഷേ ചരകാചാര്യം പറയുമ്പോൾ രക്തജ നാനാത്മജ വികാരങ്ങൾ പറയുന്നില്ല. പക്ഷേ വിധിശോണി അധ്യായത്തിൽ രക്തപ്രദോഷിത വികാരങ്ങളായിട്ട് രക്തങ്ങൾ പ്രദോഷിച്ച രക്തത്തിന്റെ വിശേഷങ്ങൾ ഉണ്ടാകുന്ന ഡിസീസുകളായിട്ട് ഒരു 41 ഡിസീസുകൾ പറയുന്നുണ്ട്. അത് കൗണ്ട് ചെയ്താൽ 41 വരും. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും പക്ഷേ നാനാത്മജ വികാരങ്ങൾ പറയുന്നില്ല. രക്തത്തിന്റെ നാനാത്മജ വികാരങ്ങളെ പറ്റി ചരകാചാര്യം പറയുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വാദത്തിന്റെ ആത്മരൂപം, പിത്തത്തിന്റെ ആത്മരൂപം, കഫത്തിന്റെ ആത്മരൂപം. വാദപ്രകോപ ലക്ഷണം, പിത്തപ്രകോപ ലക്ഷണം, കഫപ്രകോപ ലക്ഷണം. വാദത്തിന്റെ ട്രീറ്റ്മെന്റ്, വാദ ഉപക്രമം ഷോർട്ടായിട്ട്, പിത്ത ഉപക്രമം, കഫ ഉപക്രമം. അതിനുശേഷം ലാസ്റ്റ് പാർട്ടിലോട്ട് പോകുമ്പോൾ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് എക്സാമിനേഷൻ ഓഫ് ഡിസീസസ്. ഡിസീസുകളെ എക്സാമിൻ ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ഇത് നിങ്ങൾ രോഗവിജ്ഞാനം, വികൃതി വിജ്ഞാനം, നിദാന സ്ഥാനം പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായി പഠിക്കും. എക്സാമിനേഷൻ ഓഫ് ഡിസീസസ്, ഡിസീസുകളുടെ എക്സാമിനേഷന്റെ ആവശ്യകത എന്താണ് എന്നതിനെ പറ്റി. ചില സംസ്ഥാനങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇങ്ങനെ കാണാറുണ്ട്, എക്സ്പ്ലെയിൻ ദ വേഴ്സസ്, ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ അവിടെ കൊടുക്കുന്നത് എപ്പോഴും ലാസ്റ്റ്, ഏതെങ്കിലും അധ്യായങ്ങളുടെ ലാസ്റ്റ് വരുന്ന ശ്ലോകങ്ങളായി എപ്പോഴും അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും മിക്കവാറും ഒക്കെ അവർ തിരഞ്ഞെടുക്കുന്ന ശ്ലോകങ്ങൾ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ തിരഞ്ഞെടുക്കുന്ന ശ്ലോകങ്ങൾ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലുള്ള ശ്ലോകങ്ങളായിരിക്കും. നമ്മളെപ്പോഴും നോക്കാൻ വിട്ടുപോകുന്ന ഭാഗം. നമ്മളെപ്പോഴും ആദ്യ ഭാഗമായിരിക്കും ഏറ്റവും കാര്യമായിട്ട് നോക്കുന്നത്. രാഗാതിരോഗാനൊക്കെ നമുക്ക് അറിയാമായിരിക്കും. ലാസ്റ്റിലോട്ട് വരുമ്പോൾ തെയ്യതാർത്ഥം പുഷക് പുബേർദിഷ്ടം അതൊന്നും നമുക്കറിയത്തില്ല. ലാസ്റ്റ് ശ്ലോകം ഇല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും ലാസ്റ്റിലുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. എന്തിനു വേണ്ടി? ഈ പറയുന്ന എക്സ്പ്ലെയിൻ ദ ശ്ലോകം, എക്സ്പ്ലെയിൻ ദ വേഴ്സസ് എക്സ്പ്ലെയിൻ ചെയ്യുക, ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളിലുള്ള ശ്ലോകങ്ങൾ ചികിത്സാ പ്രാകൃതി അധ്യായത്തിലും ഉണ്ട്. ലാസ്റ്റ് ഭാഗത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ, ലാസ്റ്റ് ഭാഗം ജാവി ക്രിയാഫിർ ജയന്തി ശരീരദാതവ സമഹ എന്ന് പറഞ്ഞിട്ട് അവസാനം വരുന്ന ഒരു 4-5 ശ്ലോകങ്ങൾ, അവയൊക്കെ നമുക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ദ വേഴ്സസിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിന് അധികരണം ഏതാണ്, കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇത് ഈ അധ്യായത്തിലാണ്, ഈ ചാപ്റ്ററിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് ആദ്യം നമ്മളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം അധികരണം കണ്ടുപിടിക്കുന്നതിന്, അധികരണ തന്ത്രയുക്തി, ആ കോണ്ടെക്സ്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് അവിടെ മാർക്കുണ്ട്. അപ്പൊ അധ്യായം നമ്മൾ അത് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ. പക്ഷെ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നിദാന സ്ഥാനത്തിൽ പഠിക്കുന്നുള്ളത് കൊണ്ട് ഈ ചാപ്റ്റർ ഇപ്പൊ നമുക്ക് നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഫലം, ഈ അധ്യായത്തിൽ ഇവിടെയും ചരകത്തിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് നേരെ അവിടെ ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കാം? നിദാന സ്ഥാനത്തിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് അഷ്ടോത്തരി അധ്യായവും മഹാരോഗാധ്യായം ആസ് പെർ യുവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ ടു പ്ലേസ്. ഒന്ന് ചരകത്തിൽ, രണ്ട് നിദാന സ്ഥാനം. മനസ്സിലായില്ലേ? അതാണ് ഈ അധ്യായത്തിന്റെ ബേസ്. ഇതൊക്കെയാണ് കോർ കണ്ടന്റ്. സോ കോർ കണ്ടന്റ് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ബേസ് അതായി കഴിഞ്ഞു. അധ്യായത്തിന്റെ നമ്പർ, കോർ കണ്ടന്റ് എന്തൊക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ ബേസ്. അപ്പൊ നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. അപ്പൊ ആദ്യ അധ്യായത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡിസീസുകളെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ അവിടെ പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ചത്വാര രോഗം എന്നാണ്. 4 ടൈപ്പിലുള്ള രോഗങ്ങളാണ്. ആഗന്തു എന്നും വാദമെന്നും പിത്തമെന്നും ശ്ലേഷമെന്നും. അതായത് ആഗന്തു എന്ന് പറഞ്ഞാൽ എക്സോജീനിയസ് ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാകുന്നത്, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്, എക്സോജീനിയസ് ഫാക്ടേഴ്സ്, പുറത്തു നിന്നുള്ള കാര്യങ്ങൾ. പിന്നെ വാദം കൊണ്ടുണ്ടാകുന്ന ഡിസീസ്, പിത്തം കൊണ്ടുണ്ടാകുന്ന ഡിസീസ്, ശ്ലേഷ്മം കൊണ്ട്, കഫം കൊണ്ടുണ്ടാകുന്ന ഡിസീസ്. അങ്ങനെ 4 ഡിസീസ്, 4 ടൈപ്പ് ഓഫ് ഡിസീസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇനി 1 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. രോഗങ്ങൾ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. രോഗം ഏകത്വവിധം ഭവതി, രോഗം ഒന്നേ ഉള്ളൂ. ഈ പറയുന്ന 4 ഡിസീസ് ഉണ്ടെങ്കിലും ഈ രോഗങ്ങൾക്കെല്ലാം, ഈ 4 ഡിസീസുകൾക്കും കോമൺ ആയിട്ടുള്ളത് എന്താ? രുക്കാണ്. അപ്പൊ ആ രുക്കെല്ലാം സാമാന്യമായതുകൊണ്ട് രോഗം ഒന്നേ ഉള്ളൂ. അതെന്താണ്? രുക്ക് സാമാന്യത ഉള്ളത് കൊണ്ട് രോഗങ്ങൾ ഒന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രുക്ക് കോമൺ ആണ് എല്ലാത്തിനും. രുചാകരത്വേന രോഗമിതി സ്മൃത എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? അരുണാദത്വം പറഞ്ഞിരിക്കുന്നത്. പെയിൻ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനെ രോഗം എന്ന് പറയുന്നു. അതുപോലെ വ്യാധി പറയുമ്പോൾ തത്ത ദുഃഖ സംയോഗാത് വ്യാധി ഉച്ചത എന്ന സുസുതാചാര്യം പറഞ്ഞിരിക്കുന്നത്. വ്യാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖങ്ങളുടെ സമുച്ചയം, സംയോഗമാണ്, ദുഃഖങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്. ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടായി? ദുഃഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വ്യാധി ഉണ്ടായി, ഡിസീസ് ഉണ്ടായി. ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതികൂല വേദനീയം, ദുഃഖം പ്രതികൂലമുണ്ടാകുന്ന വേദനകളല്ലേ. അപ്പൊ വേദന, രുക്ക് സാമാന്യമാണ്, പെയിൻ കോമൺ ആണ്. രുക്ക് എന്ന് പറഞ്ഞാൽ പെയിൻ, വേദന. പ്രതികൂല വേദനയാം ദുഃഖം, തത്ര ദുഃഖ സംയോഗം, ദുഃഖങ്ങളുടെ കൂട്ടമാണ്
വ്യാധി. ബോത്ത് ആർ മാക്സ്, രണ്ടും ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞതൊക്കെ ഒന്ന് തന്നെയാണ്, പല രീതിയിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അത് സുശ്രുതാചാര്യൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി നമുക്ക് രണ്ട് വിധത്തിലുള്ള ഡിസീസുകൾ, അപ്പോൾ ഒരു ടൈപ്പായി, വൺ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയി, ടു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, രണ്ട് ടൈപ്പ് ഉള്ള ഡിസീസ് ഉണ്ടെന്ന് പറയുന്നു. അത് പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ്. ഏതൊക്കെയാണ് പ്രകൃതിക്ക് അനുസരിച്ചുള്ള രണ്ട് ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ? അതായത് ഒരു നേച്ചർ, ഡിസീസുകൾ ഉണ്ടാകുന്ന നേച്ചർ, എങ്ങനെയൊക്കെ ഡിസീസുകൾ ഉണ്ടാകാം, ആഗന്തുവായിട്ടുണ്ടാകാം, നിജമായിട്ടുണ്ടാകാം. അപ്പൊ എന്താണ് ആഗന്തു, എന്താണ് നിജം എന്ന് നമുക്ക് അവിടെ പറയേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ ഈ ഓൾറെഡി നിങ്ങൾ ആഗന്തു ഡിസീസുകളെ പറ്റി ക്ലാസ് പഠിച്ചു കഴിഞ്ഞു. അധ്യായം ഇവിടെ ഫസ്റ്റ് ഇയറിൽ രോഗാനുത്പാദനീയ അധ്യായം 4-ാമത്തെ അധ്യായത്തിൽ തേ ഭൂത വിഷവായു അഗ്നിക്ഷത ഭംഗാദി സംഭവ കാമക്രോധ ഭയാദിശൂർ ആഗന്തഭോഗതാഹ. കാമം, ക്രോധം, ഭയം, ഭൂതം കൊണ്ട്, ഭൂതാവേശം, ഈവിൾ സ്പിരിറ്റ് ശരീരത്തിൽ കയറി. അപ്പൊ ഭൂതം എന്ന് പറയുമ്പോൾ അവിടെ ഭൂതം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കണ്ട. ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് കാണാൻ പറ്റാത്തത്, സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ട് എടുക്കാം. പക്ഷേ ആയുർവേദത്തിൽ അതിനേക്കാളും നമുക്ക് നല്ലത് ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസും അങ്ങനെയല്ലേ, ബാക്ടീരിയ, വൈറസ് ഒക്കെ. അപ്പോൾ ബാക്ടീരിയ, വൈറസുകളൊക്കെ നമുക്ക് ആചാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഭൂതം എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ എടുക്കാം. അതുകൊണ്ട് തന്നെയാണ് വില്വാദി ഗുളിക നിങ്ങൾ കൊറോണയൊക്കെ ഉണ്ടായ സമയത്ത് വില്വാദി ഗുളിക കൊടുക്കാനുള്ള കാരണവും. അവിടെ വിതർത്യാംശ എന്ന് പറയും അവിടെയും അതിന്റെ ഫലശ്രുതി പറയുമ്പോൾ ഭൂതം എന്ന് പറഞ്ഞ ടേം പറയുന്നുണ്ട്. ആ ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ എടുക്കാമെന്ന്, മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് എടുക്കാമെന്നുണ്ട്. അതുകൊണ്ട് മൈക്രോ ഓർഗാനിസംസിനെതിരെ ആക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ഗുളികയായിരുന്നു വിൽവാദി ഗുളിക എന്ന അവരുടെ ഒരു യുക്തി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആഗന്തുജ ഡിസീസ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഭൂതം കൊണ്ടും, വിഷം കൊണ്ടും, പോയിസൺ കൊണ്ടും, വായു കൊണ്ടും, ബ്രീസ്, നമ്മുടെ ഹവ, എയർ, അഗ്നി കൊണ്ടും, ബേൺ, പൊള്ളല്, ക്ഷതങ്ങള്, മറിഞ്ഞു വീഴുക, ഇഞ്ചുറി, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഡിസീസുകളാണ് ആഗന്തു ഡിസീസ് എന്നും. നിജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദം കൊണ്ടും, പിത്തം കൊണ്ടും, കഫം കൊണ്ടും ഉണ്ടാകുന്ന ഡിസീസുകളാണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ചാപ്റ്ററിൽ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് എന്താണ് ആഗന്തു എന്നും എന്താണ് നിജ എന്നും ഇവിടെ ഒന്നുകൂടെ പറയും. അവിടെ അഷ്ടാംഗഹൃദയത്തില് കമന്റേറ്റർ കർണകത്തനും ഹേമാതിരിയൊക്കെ തേഷാം നിജാഗന്തു വിഭാഗേന തത്ര രോഗം ദിദാസ്മൃതം എന്ന് പറയുന്ന ഭാഗത്തിന്റെ കമന്ററിയിൽ അതൊക്കെ അവിടെ തന്നെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട്, എന്താണ് ആഗന്തു എന്നും എന്താണ് നിജമെന്നും. ഇപ്പൊ ചരകാചാര്യം പറയുമ്പോൾ അത് ഈ അധ്യായത്തിൽ ചക്രപാണിയുടെ ആവശ്യമില്ല, ചരകാചാര്യം തന്നെ പറഞ്ഞു. പിന്നെയുള്ളത് അധിഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അധിഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവും തേഷാം കായ മനോഭേദാത് അധിഷ്ഠാനമഭിദിത എന്നല്ലേ പഠിച്ചേ. കായത്തിലുണ്ടാകുന്നു, മനസ്സിലുണ്ടാകുന്നു. അപ്പൊ കായത്തിലുണ്ടാകുക, മനസ്സിലുണ്ടാകുക, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ. അത് തന്നെയാണ് ഇവിടെയും, മനസ്സിനും ശരീരത്തിലും ഉണ്ടാവുന്നു. അങ്ങനെ അധിഷ്ഠാനത്തിനനുസരിച്ച് രണ്ട് ക്ലാസിഫിക്കേഷൻ. ഇനി നോക്കുമ്പോൾ ഒരു ടൈപ്പായി, രണ്ട് ടൈപ്പായി, 4 ടൈപ്പായി. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും അല്ല, ഡിസീസ് നമ്മൾ ഒരുപാടുണ്ടെന്ന് പറയുക. വികാരാഹ, ഡിസീസ്, വികാരം. പുനർ അപരിസംഖ്യേയ, വീണ്ടും അപരിസംഖ്യേയ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപാടുണ്ട്, ഇന്യൂമറബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡിസീസസ് ആർ ഇന്യൂമറബിൾ ഡ്യൂ ടു ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. എന്തൊക്കെയാ കാരണങ്ങൾ? ഒന്ന്, പ്രകൃതിക്കനുസരിച്ച്, നേച്ചറിനനുസരിച്ച് ഉണ്ടാകാനുള്ള കാരണം. അധിഷ്ഠാനം എന്ന് പറയുമ്പോൾ കമന്ററേറ്റർ ഇവിടെ നമ്മളെ ചക്രപാണി പറഞ്ഞിരിക്കുന്നത് അധിഷ്ഠാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ദൂഷ്യമാണോ, ഏത് ധാതുവിലാണോ, ഏത് മലത്തിലാണോ ഉണ്ടായിരിക്കുന്നത് അതിനനുസരിച്ച് ഡിസീസുകൾ, അതിനനുസരിച്ചുള്ള പേര്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരുപാട് ഡിസീസ് ഉണ്ടാവും. ഈ അപരിസംഖ്യ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കും. ഇതുപോലെ കുഷ്ഠമുണ്ടല്ലോ, കുഷ്ഠത്തിന്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ സാമാന്യ വികാരം പഠിച്ചപ്പോൾ കുഷ്ഠത്തിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് പഠിച്ചത്? കുഷ്ഠം 7 ടൈപ്പേ നമ്മൾ പഠിച്ചുള്ളൂ. അവിടെ പഠിച്ച കുഷ്ഠം മഹാകുഷ്ഠത്തിന്റെ ക്ലാസിഫിക്കേഷൻ. അല്ലാതെ ക്ഷുദ്രകുഷ്ഠം 11 ഉണ്ട്. 2 കൂടെ ചേർത്ത് 18 ടോട്ടൽ കുഷ്ഠങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ചരകാചാര്യ നിദാനസ്ഥാനം കുഷ്ഠം പറയുമ്പോൾ അവിടെ പറയും കുഷ്ഠങ്ങൾ അപരിസംഖ്യയാണ്, ഒരുപാടുണ്ട് എന്ന് പറയും. ഒരുപാട് കുഷ്ഠമുണ്ട്. അപ്പോൾ അതൊക്കെ അപരിസംഖ്യ എന്ന് പറഞ്ഞ ടേം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപരിസംഖ്യ എന്ന് പറഞ്ഞാൽ ഇന്യൂമറബിൾ ആണ്, കുഷ്ഠവും അപരിസംഖ്യയാണ്, ഇന്യൂമറബിൾ ആണ്. പ്രകൃതിക്കനുസരിച്ച്, അധിഷ്ഠാനത്തിനനുസരിച്ച്, ഏത് ദൂഷ്യത്തിലാണോ വിഷീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച്. ലിംഗം, എന്തൊക്കെ സിംറ്റംസ് ആണോ കാണിക്കുന്നത്, ഏതൊക്കെ സിംറ്റംസ് കാണിക്കുന്നു അതിനനുസരിച്ചിട്ട്. ആയതനം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആയതനം
നിങ്ങൾ ഓൾറെഡി നിദാന സ്ഥാനം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പഠിച്ചു കാണും. നിമിത്തം, ഹേതു, ആയതന, പ്രത്യയ, ഉത്ഥാന, കാരണം, നിദാനമാഹു. നിദാനം അതായത് നിദാന പഞ്ചകങ്ങളിലെ നിദാനം, പ്രാഗ്രൂപം, രൂപം, ഉപശയം, സംപ്രാപ്തി. നിദാന പ്രാഗ്രൂപ ലക്ഷണ ഉപശയ ആപ്തിഭി എന്ന് പഠിച്ചല്ലോ ഡിസീസുകളെ നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിദാന പഞ്ചകങ്ങളിലെ നിദാനത്തിന്റെ സിനോണിംസ് ആണ് ആയതനം. ഇവിടുത്തെ ആയതനം എന്ന് ഉദ്ദേശിക്കുന്നത് കമന്റേറ്റർ പറയുന്നത്, ചക്രപാണി പറയുന്നത് ആയതനം എങ്ങനെയുള്ള കാരണങ്ങളാണ്? ആഹാര വിഹാരാദികളായിട്ടുള്ള കാരണങ്ങൾ, ഡിസ്റ്റന്റ് കാസസ്, ആഹാര വിഹാരാദികൾ, നിമിത്ത കാരണം എന്ന് പറയുന്ന കാരണം. നിമിത്ത കാരണം 3 തരത്തിലുള്ള കാരണങ്ങളുണ്ട്. സമവായി എന്നും അസമവായി എന്നും നിമിത്ത കാരണം എന്നൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചു? പദാർത്ഥ വിജ്ഞാനത്തിൽ പഠിച്ചു. അവിടെ നിമിത്ത കാരണങ്ങൾ പഠിച്ചപ്പോഴാണ് പഠിച്ചത് ആയുർവേദത്തിലെ നിമിത്ത കാരണങ്ങൾ ആഹാരാദി വിഹാരാദികളാണ്. സമവായി കാരണമായിട്ട് ദോഷങ്ങൾ പറയും, അസമവായി കാരണമായിട്ട് ദോഷദൂഷ്യ സമ്മൂർച്ഛനങ്ങൾ പറയും. അപ്പൊ ഇവിടെ ആയതനം. ഇനി വികല്പങ്ങൾ. വികല്പം എന്ന് പറഞ്ഞാൽ വികല്പോ നാമ അംശാംശ കൽപ്പന. വികല്പം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിസീസുകൾ എത്രമാത്രം, ഏത് ദോഷങ്ങൾ എന്തുമാത്രം വിഷയിറ്റ് ചെയ്തു, അതിന്റെ തമ യോഗം എന്ന് പറയും. അതായത് ദോഷങ്ങൾ ഇത്രേ വിഷയിറ്റ് ചെയ്തുള്ളൂ എങ്കിൽ ഈ ഡിസീസ് ഉണ്ടാവും. വാദം ഒരുപാട് കോപിച്ചു എങ്കിൽ ഈ ഡിസീസ് ഉണ്ടാവും. വാദം അതിനേക്കാളും കോപിച്ചു, വാദം പ്ലസ്, വാദം പ്ലസ് പ്ലസ്, വാദം പ്ലസ് 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 പ്ലസ്, വാദം പ്ലസ് 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 പ്ലസ്, ഏത് ഇങ്ങനെ തമ യോഗങ്ങളുടെ അനുസരിച്ചിട്ടാണ്. അതായത് വാദത്തിന്റെ തരം കൊണ്ട്, വാദം ഒരുപാട് വിഷയിറ്റ് ചെയ്തുകൊണ്ട്, വാദത്തിന്റെ തമം കൊണ്ട്, വാദം ഒരുപാട് വിഷയിറ്റ് അതിനേക്കാളും വിഷയിറ്റ് ചെയ്തുകൊണ്ട്, പിത്തത്തിന്റെ തരം കൊണ്ട്, പിത്തത്തിന്റെ തമം കൊണ്ട്, കഫത്തിന്റെ തരം കൊണ്ട്, കഫത്തിന്റെ തമാവസ്ഥ കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസുകളുടെ ക്ലാസിഫിക്കേഷൻ. അങ്ങനെ അപരിസംഖ്യയായിട്ട് ഒരുപാട് ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസീസ് ഒന്നല്ല ഒട്ടനവധിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. വികാരങ്ങൾ അതായത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡിസീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 ഒന്നും അല്ല, ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത അനവധിയാണ്, അപരിസംഖ്യയാണ്, ഇന്യൂമറബിൾ ആണ് എന്ന് പറയുക. അപ്പോൾ ഞാൻ ഈ ശ്ലോകങ്ങളുടെ ഏതൊക്കെ പാട്ടാണോ ഇമ്പോർട്ടൻ്റ് അവയൊക്കെ റെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. കാണാതെ ശ്ലോകങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആഗന്തുക നിജരോഗങ്ങളെ പറ്റി എന്താണ് എന്ന് ഇനി പറയാൻ പോവുക. അതായത് ആദ്യം പറയുന്നത് നിജരോഗങ്ങളുടെയും ആഗന്തുരോഗങ്ങളുടെയും കാരണങ്ങൾ. അതിനുശേഷം എന്താണ് നിജരോഗങ്ങൾ, എന്താണ് ആഗന്തുരോഗം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക ആചാര്യൻ. അപ്പോൾ നമുക്ക് ആദ്യം പറയുന്നത് എന്താണ് കാരണം, നിജരോഗങ്ങളുടെ അല്ലെ ആഗന്തുരോഗങ്ങളുടെ കാരണം. എന്താ ആഗന്തുരോഗങ്ങളുടെ കാരണം പറഞ്ഞിരിക്കുന്നത്? മുഖാനി എന്ന് പറഞ്ഞിരിക്കുന്നത്. മുഖാനി എന്ന് പറഞ്ഞാൽ കാരണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചക്രപാണി, അക്കോർഡിംഗ് ടു ചക്രപാണി, മുഖാനി എന്ന് പറയുന്ന ടേമാണ് ചക്രപാണി കാരണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാരണത്തിന് എന്തൊക്കെ സിനോണിംസ് ആണ്? നമുക്ക് ഹേതു, ആയതനം, പ്രത്യയം, ഉത്ഥാനം, നിദാനം, മുഖം. മുഖം എന്ന് പറഞ്ഞാൽ കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖലു ആഗന്തൂർ, ആഗന്തുവിന്റെ കാരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. മുഖം, അതിന്റെ കാരണങ്ങൾ എന്താ? മുഖം എന്ന് പറഞ്ഞാൽ കാരണം. നഖങ്ങൾ കൊണ്ട്, ദശനം കൊണ്ട് കടിക്കുമ്പോൾ, പതനം വന്ന് വീഴുമ്പോൾ, ആഭിചാരക്രിയകൾ, നമ്മുടെ ദിഗംബരന്റെ ആഭിചാരക്രിയകളില്ലേ, ആഭിചാരക്രിയകൾ, അനന്തഭദ്രം, അഭിചാരക്രിയകൾ, അഭിശാപം, ശാപം, കേഴ്സ് ചെയ്യുക, മരുന്ന് കേഴ്സ് കൊണ്ട് ശാപം കൊടുക്കുക. അഭിഷംഗം എന്ന് പറഞ്ഞാൽ ഭൂതാവേശം, ഭൂതങ്ങളുടെ ആവേശം. ഈ അഭിചാര, അഭിഘാത, അഭിശങ്ക, അഭിശാപങ്ങളൊക്കെ നിങ്ങൾ ആഗന്തുക ജ്വരം പഠിക്കുമ്പോൾ അവിടെ പഠിക്കും. ആഗന്തുക ജ്വരങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ് ആവിചാര, അഭിശങ്ക, അഭിശാപ, അതുപോലെ അഭിഘാത ജ്വരം. ഓക്കെ. ദെൻ വ്യഥ. വ്യഥ എന്ന് പറഞ്ഞാൽ കുത്തുക. ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാൻഡേജിങ്. ഈ വേഷ്ടനവും ഒരു തരത്തിലുള്ള ബന്ധനം തന്നെയാണ്, റാപ്പിംഗ് എന്ന് പറയും, നമ്മൾ കെട്ടുന്നത് തന്നെയാണ്. പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിക്കുക, അതായത് പ്രഷർ കൊടുക്കുക, ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. രജ്ജു എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ഒക്കെ നമുക്ക് രജ്ജുവിൽ ഉൾപ്പെടുത്താം. ഹാങ്ങിങ് ഒക്കെ ഉണ്ട്, ഒരു റോപ്പ് വെച്ച് കെട്ടുക. ദഹനകർമ്മം, കോട്ടറൈസേഷൻ എന്ന് പറയുന്ന പോലെ ദഹനം, ബേണാണ്, പൊള്ളലുണ്ടാക്കുക. ശസ്ത്രം, വെപ്പൺ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം എവിടെയാണ് ബാധിക്കുക? ശരീരത്തിൽ. അപ്പൊ ആദ്യം ശരീരത്തിൽ ബാധിക്കാം, ആദ്യം ധാതുക്കളെ ബാധിക്കുന്നത്. അപ്പൊ ഇവയൊക്കെ പ്രത്യേകം നോക്കുക, ഇവയൊക്കെ ആദ്യം ധാതുക്കളെയാണ് ബാധിക്കുന്നത്, അതിനുശേഷമാണ് ദോഷങ്ങളുടെ വിശേഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ധാതു ആശ്രയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നിദാനസ്ഥാനത്തിൽ പഠിക്കും. ഇതൊക്കെ ആഗന്തുക രോഗങ്ങൾ എപ്പോഴും ധാതു ആശ്രയായിരിക്കുന്നു, നിജരോഗങ്ങൾ എപ്പോഴും ദോഷാശ്രയായിരിക്കും എന്നൊക്കെ. ശസ്ത്രകർമ്മം, അശനി എന്ന് പറയുമ്പോൾ തണ്ടർ ബോൾട്ട്, നമ്മുടെ മിന്നലേക്കുക. ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഗോസ്റ്റ് ആയിട്ട് എടുക്കാം, സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? ബാക്ടീരിയ, വൈറസ് പോലെയുള്ള കാര്യങ്ങളായിട്ട് എടുക്കാം. ഉപസർഗം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ഈ പറയുന്ന
ആഗന്തുക രോഗങ്ങളുടെ കാരണങ്ങളാണ്. ഇതൊക്കെയാണ് ആഗന്തുക രോഗങ്ങളുടെ കാരണം. ഇനി നിജരോഗങ്ങളുടെ കാരണങ്ങളിലേക്ക് നോക്കാം. നിജസ്യത്വമുഖം. നിജത്തിന്റെ കാരണം എന്താ? നിജസ്യത്വമുഖം, നിജത്തിന്റെ കാരണം വാതപിത്ത ശ്ലേഷ്മണ വൈഷമ്യം. വാദത്തിന്റെയും പിത്തത്തിന്റെയും ശ്ലേഷ്മത്തിന്റെയും വിഷമതയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നിജരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വാതപിത്ത ശ്ലേഷ്മങ്ങളുടെ വൈഷമ്യത കൊണ്ടുണ്ടാകുന്നതാണ്. ഇനി നോക്ക്, ഈ രണ്ട് ഡിസീസുകളുടെയും കാരണം എന്താണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. എന്താ? ദ്വയോസ്തു ഖലു ആഗന്തു നിജരോഗവും. രണ്ടെണ്ണത്തിന്റെയും, അത് ആഗന്തു ആയിക്കോട്ടെ നിജരോഗങ്ങളായിക്കോട്ടെ, ദ്വയോസ്തു രണ്ടിന്റെയും പ്രേരണം, കാരണം. നോക്കൂ, കാരണത്തിന് അടുത്തൊരു ടേം കിട്ടി. മുഖം, പ്രേരണം, ആയതനം, പ്രത്യയം, ഉത്ഥാനം, നിദാനം. പ്രേരണം, കാരണം. ഇപ്പോൾ നിജമായാലും ആഗന്തുവിന്റെയും കാരണം എന്താണ്? 3 കാരണങ്ങളാണ്. ഒന്ന്, അസാധ്യ ഇന്ദ്രിയാർത്ഥ സംയോഗങ്ങൾ. ഇന്ദ്രിയവും അർത്ഥവും തമ്മിലുള്ള അസാധ്യ സംയോഗം. നിങ്ങൾ എവിടെ പഠിച്ചു ഇതൊക്കെ? ദോഷഭേദി അധ്യായത്തിൽ പറഞ്ഞു. ദോഷഭേദി അധ്യായത്തിൽ ലാസ്റ്റ് പാർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ല എങ്കിൽ നിങ്ങൾ ഇതേ സെയിം സാധനം വേറൊരു ഭൂമിയിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? കാലാർത്ഥ കർമ്മണാം യോഗോ ഹീനം ഇത്യാദി മാത്രക സമ്യയോഗ യോഗ ആരോഗ്യിക കാരണം. കാലങ്ങളുടെയും അർത്ഥത്തിന്റെയും കർമ്മങ്ങളുടെയും ഹീനം ഇത്യാദി മാത്രങ്ങൾ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് വേറൊരു അർത്ഥത്തിൽ ഇത്. ഇന്ദ്രിയാർത്ഥങ്ങളുടെ സംയോഗം കറക്റ്റ് അല്ല എങ്കിൽ, അസാധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കാലാർത്ഥ കർമ്മം അർത്ഥമായി. ഇനി കാലം, കാലത്തിന് ഇവിടെ പരിണാമമാണ് കാലത്തിനായിട്ട്. കാലം കറക്റ്റ് അല്ല എങ്കിൽ പരിണാമങ്ങൾ ഉണ്ടാകുന്നത് കാലത്തിനനുസരിച്ച് ഉണ്ടാകുന്നു. അപ്പോൾ കാലങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലങ്ങൾ പ്രോപ്പർ അല്ല എങ്കിൽ, ഇത് നമ്മൾ ഇതേ സെയിം സാധനം നിങ്ങൾ തിസ്രേഷണി അധ്യായം 11th ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ത്രിവിധ വികല്പമൊന്നും അല്ലെങ്കിൽ ത്രിവിധ വിശേഷ ആയതനങ്ങളും ഏകദേശം ഇത് തന്നെയാണ്. പരിണാമം അത് കാലത്തിന് അസോസിയേറ്റ് ചെയ്തുകൊണ്ട്. ഇനി പ്രജ്ഞാപരാധം പറയുമ്പോൾ, പ്രജ്ഞാപരാധം എന്ന് പറയുന്ന ടേം നിങ്ങൾ അത് ദോഷഭേദിയിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച ടേമാണ് പ്രജ്ഞാപരാധം. പ്രജ്ഞാപരാധം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള അഹിതകർമ്മങ്ങളും പ്രജ്ഞാപരാധമാണെന്ന് അഷ്ടാംഗ സംഗ്രഹകാരൻ പറയും. എല്ലാ തരത്തിലുള്ള അഹിതകർമ്മങ്ങളും. പക്ഷെ ചരകാചാര്യൻ, നിങ്ങൾ പ്രജ്ഞാപരാധത്തെ പറ്റി ചരകാചാര്യൻ ഡെഫിനിഷൻ തന്നെ പറയുമ്പോൾ, ദീധൃതി സ്മൃതി വിഭ്രംശം കർമ്മം യത്കുരുതേ അശുഭം. അശുഭമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അതെന്തായിരിക്കും? ദീക്കും ധൃതിക്കും സ്മൃതിക്കും വിഭ്രംശം ഉണ്ടാക്കുന്നു എന്നും. ഇതൊക്കെ നിങ്ങൾ ശാരീരസ്ഥാനം പഠിക്കുമ്പോൾ ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക, പ്രജ്ഞാപരാധം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാണ്. അതെന്തായിരിക്കും? എപ്പോഴും അശുഭമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നേ? സർവദോഷ പ്രകോപനം. പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷ പ്രകോപനം. എല്ലാ ദോഷങ്ങളെയും കോപിപ്പിക്കും പ്രജ്ഞാപരാധം. അപ്പൊ പ്രജ്ഞാപരാധം എന്ന് പറയുന്ന ടേം കൺസെപ്റ്റ് വളരെ വലിയ വാസ്റ്റ് ആണ്. പ്രജ്ഞാപരാധം എന്ന് പറയുന്ന ഭാഗം പലയിടങ്ങളിലായിട്ട് ആചാര്യൻ വിമാനസ്ഥാനത്തിലും ജനപദോധ്വംസനി അധ്യായം പറയുമ്പോൾ പറയും, ഇതാ ഇവിടെ ഇപ്പോൾ പ്രജ്ഞാപരാധം ടേം പറഞ്ഞു കഴിഞ്ഞു. തിസ്രേഷണി അധ്യായത്തിൽ 11th ചാപ്റ്ററിൽ പ്രജ്ഞാപരാധം ടേം എക്സ്പ്ലെയിൻ ചെയ്യും. ശാരീരസ്ഥാനം 1st ചാപ്റ്ററിൽ പ്രജ്ഞാപരാധം എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ പ്രജ്ഞാപരാധം പലയിടങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. പിന്നെ പരിണാമം എന്ന് പറഞ്ഞാൽ കാലം. അപ്പോൾ കാലത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, പ്രജ്ഞാപരാധം കൊണ്ടും അസാധ്യ ഇന്ദ്രിയാർത്ഥ സംയോഗങ്ങൾ കൊണ്ടും ആണ് ഈ പറയുന്ന വെദർ ഇറ്റ് മേ ബി നിജ ആൻഡ് ആഗന്തു, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് both are due to the 3 factors only, that is അസാധ്യ ഇന്ദ്രിയാർത്ഥ സംയോഗ, പ്രജ്ഞാപരാധ ആൻഡ് പരിണാമ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ആഗന്തു, എന്താണ് നിജരോഗം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ആഗന്തു രോഗം? വളരെ സിമ്പിളാണ്. എന്താണ്? ആഗന്തുർ ഹി വ്യഥാപൂർവ സമുത്പന്നോ. ആഗന്തു എന്ന് പറഞ്ഞാൽ വ്യഥപൂർവമായിട്ടുണ്ടാകുന്നു. വ്യഥപൂർവം സമുത്പന്നോ. ആദ്യം നിങ്ങൾക്ക് ആഗന്തു ഡിസീസുകളിൽ എപ്പോഴും എന്തായിരിക്കും? പെയിൻ ആയിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. ജഗന്യം ലാസ്റ്റ്, അവസാനം വാദപിത്ത ശ്ലേഷ്മണ വൈഷമ്യം ആപാദയം. അതിനുശേഷമായിരിക്കും വാദം പിത്തം കഫം ഒക്കെ കോപിക്കുന്നത്. വൈഷമ്യം, അതിന്റെ കോപം, ആപാദയതി ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ആഗന്തു രോഗം എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് എന്തായിരിക്കും? വ്യഥയായിരിക്കും. അതിനുശേഷം വാദപിത്ത ശ്ലേഷ്മങ്ങളുടെ വിഷമത ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിജരോഗം. ആദ്യം വാദപിത്ത ശ്ലേഷ്മങ്ങൾ കോപിക്കും, പിന്നെ രോഗം ഉണ്ടാവും. അപ്പൊ ആദ്യം വാദപിത്ത ശ്ലേഷ്മങ്ങൾ കോപിക്കുന്നത് കൊണ്ട് തന്നെ അത് ദോഷാശ്രയായി മാറി. മറ്റെവിടെ ആദ്യം രോഗമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പെയിനാണ് ഉണ്ടാകുന്നത്, പെയിൻ ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് ധാതുവാശ്രയാണ്. ഇപ്പൊ നിജയത്തു വാദപിത്ത ശ്ലേഷ്മണ പൂർവ്വം വൈഷമ്യം ആപത്യന്തി. ആദ്യം വൈഷമ്യം ഉണ്ടാകുന്നത് വാദപിത്ത ശ്ലേഷ്മങ്ങൾക്കാണ്. ജഗന്യം, അതിനുശേഷം ലാസ്റ്റ് ജഗന്യം വ്യഥാമഭി നിവർത്തയന്തി. ആ ലാസ്റ്റ് ആണ് എന്തുണ്ടാകുന്നത്? വ്യഥ ഉണ്ടാകുന്നത്, പെയിൻ ഉണ്ടാകുന്നത് എന്നാണ് വ്യത്യാസം. നിജരോഗങ്ങളുടെയും ആഗന്തു രോഗങ്ങളുടെയും വ്യത്യാസം. അപ്പൊ ഈ നിജരോഗങ്ങളും ആഗന്തു രോഗങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത
ഭാഗത്തിലേക്ക് പോവാം. അടുത്തത് ദോഷങ്ങളുടെ സൈറ്റുകളെ പറ്റിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൈകാര്യം ചെയ്യും. ബാക്കിയൊക്കെ ദോഷങ്ങളുടെ ഒരു പാർട്ടിലേക്ക് കടക്കുക.